ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയപ്പോൾ തന്നെ ജനവികാരം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ജനങ്ങളോട് സംവദിച്ചപ്പോൾ അവർ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ, ഈ 10 കൊല്ലത്തെ ഭരണത്തിൽ അവർക്ക് നല്ലതൊന്നും പറയാനില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് അനുഭവിച്ച ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ മാറ്റണമെന്ന് തീരുമാനിച്ചു. ജനങ്ങളുടെ തീരുമാനത്തോടൊപ്പം UDF നിന്നു. ഈ വെള്ളാപ്പള്ളിയെ സർക്കാർ ഉപയോഗിക്കുകയായിരുന്നോ? തീർച്ചയായും. പരസ്പര പൂരകങ്ങളായി അവർക്ക് അദ്ദേഹവും ഇദ്ദേഹത്തിന് അവരും പൂരകങ്ങളായി വർത്തിച്ചു. അതുകൊണ്ടാണ് ഇതുപോലുള്ള ബീഭത്സമായ ജൽപ്പനങ്ങൾ നടത്തിയിട്ട് പോലും അദ്ദേഹത്തെ ആദരിച്ചത്, അദ്ദേഹത്തെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കിയത്, അദ്ദേഹത്തെ കാറിൽ കൊണ്ടുപോയി പ്രകീർത്തിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. VD സതീശന്റെ പേര്, KC വേണുഗോപാലിന്റെ പേര്, രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ വരുന്നുണ്ട്. അവിടെ ലീഗിനൊരു അഭിപ്രായം പറയേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഒരു മുൻഗണന ഉണ്ടാവുക? അല്ല, ലീഗിന് അഭിപ്രായം പറയേണ്ട സാഹചര്യം വന്നാൽ അപ്പോൾ ഞങ്ങൾ പറയും. നേരത്തെ ഉപമുഖ്യമന്ത്രി പദവി എന്നുള്ള ഒരു ആലങ്കാരിക പദമാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിരുന്നു. പക്ഷേ UDF പറയുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവി സ്ഥാനം മുസ്ലിം ലീഗ് സ്വീകരിക്കുമെന്ന് തന്നെയല്ലേ? അല്ല, അത് പറയുമ്പോഴല്ലേ ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയുമ്പോൾ അത് സംബന്ധിച്ച് ലീഗിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറയും. അതിനു മുമ്പ് ഞങ്ങൾ പാർട്ടി ഒന്ന് ആലോചിക്കും. മറ്റൊന്ന്, BJP കേരളത്തിൽ 3 അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 2014 നിയമത്ത് തുറന്നു, അത് 2021 പൂട്ടി. ഇപ്പോൾ വീണ്ടും 3 സീറ്റുകളിലേക്ക് അവർ വിജയിച്ചു വരുന്നു. മറ്റൊരുപാട് മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനെ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? ഇവിടെ ഇന്ത്യ മുന്നണിയിൽ ഭിന്നിപ്പുണ്ടായത് കൊണ്ടാണ് അവർ വന്നത്. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ CPM ശ്രമിച്ചത് കൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയോടുള്ള എതിർപ്പാണ്. അതാണ് ഉണ്ടായത്.